പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ റോളുകൾ എനിക്ക് താല്പര്യമില്ല, എനിക്ക് അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി വേണ്ട. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തമിഴിലൊന്നും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പേയ്മെൻറ്റ് പറഞ്ഞപ്പം അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു കാര്യം പറഞ്ഞിരുന്നു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അതിൻ്റെ മറുപടി പറഞ്ഞു, നിങ്ങൾ മൂവി അല്ല എടുക്കാൻ നിൽക്കുന്നത്, നിങ്ങൾ അതിലും പേര് നിങ്ങൾ വേറെ ഏതെങ്കിലും ബിസിനസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു നല്ലൊരു ഡയറക്ടറും നല്ലൊരു പ്രൊഡ്യൂസറും അല്ലെങ്കിൽ നല്ലൊരു ആക്ടേഴ്സോ എല്ലാം ആണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന അവരുടെ സ്വന്തം മൂവിയാണ്. അവർ ആ മൂവി കുഞ്ഞുങ്ങളെ പോലെ ഒരു കുഞ്ഞ് വരുന്നതിന് തുല്യമാണ്. ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ സിനിമയല്ല ആഗ്രഹിക്കുന്നത്. അവർക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റിനായിരിക്കും ഈ സിനിമ ഇറക്കുന്നത്, പൈസ ഇറക്കുന്നത് അങ്ങനത്തെ ഡയറക്ടർമാർക്ക്. അങ്ങനത്തെ മൂവി പോയി അഭിനയിക്കുന്നതിനെക്കാട്ട് പോയി മരിക്കുന്നതല്ലേ വേദം. അതെന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ മൂവി എനിക്ക് വരണ്ട. വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി വ്യക്തമായിട്ട്. സജന 14 തീയതി 15 തീയതി എവിടെയായിരുന്നെന്നറിയാവോ? തിരുവനന്തപുരത്ത് താജ് വിവാന്തയില്. ഓക്കെ, വിവാന്ത ബൈ താജ്, അവിടെ തിരുവനന്തപുരത്ത് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ റസൽ പൂക്കുട്ടി അവിടെ രജിസ്റ്റർ ചെയ്തതും അവിടെ നിന്ന് പോകുന്ന ഡേറ്റും ഒക്കെ കിട്ടും. അവിടെ ആരൊക്കെ വന്നിട്ടുണ്ടോ അവിടുത്തെ ക്യാമറകളൊക്കെ പരിശോധിക്കൂ. എന്റെയും സ്ഥാപനത്തിലെ എല്ലാ എവിഡൻസും നിങ്ങൾ എടുത്തോളൂ, നിങ്ങൾക്ക് മനസ്സിലാകും. ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഷഫീന ബീവി എന്ന് പറയുന്ന കാട്ടുവാണത്തെ പറ്റിയിട്ട് പറയാം. റസൽ പൂക്കുട്ടിയുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി സജനയുടെയും റസൽ പൂക്കുട്ടിയുടെയും വിഷയം മറച്ചു വെച്ചുകൊണ്ട് ദിയാസനയുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് സമൂഹത്തിന്റെ മുമ്പിൽ തള്ളി അവർക്ക് അതിനൊരു ചർച്ചയാക്കാൻ പാകത്തിനൊരു സംഭവം ഇട്ടുകൊടുത്ത് എന്തോ കാണിക്കുന്ന മട്ടിൽ ഭയങ്കരമായ ആട്ടങ്ങൾ ആടുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ലൈഫിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ ജേണിയെ പറ്റി സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇന്ന് നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലും ആളുകളുടെ ഇടയിലും എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലും എൻ്റെ കുടുംബക്കാരുടെ ഇടയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് എൻ്റെ ഉമ്മായും എൻ്റെ മകനും എൻ്റെ അനിയത്തിയും അവളുടെ ഫാമിലിയും മാത്രമുള്ളതാണ്. അതിലപ്പുറം എനിക്കൊരു ബന്ധങ്ങളോ ഒരു തരം ഒരു ഇമോഷൻസോ ആളുകളായിട്ട് ആരുമായിട്ടും എനിക്കില്ല. ഇപ്പൊ റസൽ പൂക്കുട്ടി നിന്നെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ആ കണക്കും 7 ലക്ഷത്തിന്റെ കണക്കും 10 ലക്ഷത്തിന്റെ കണക്കും 7 ലക്ഷത്തിന്റെ കണക്കും പോട്ട് 5 ലക്ഷത്തിന്റെ കണക്കും റസൽ പൂക്കുട്ടിയെ ഓമ്പിപ്പിച്ച വേറെ കണക്കും. അയ്യോ പാവം, സജനയുടെ മൂട്ടില് തീ പിടിച്ച് സജന കിടന്ന് ഓടി 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 പാവം. അയ്യോ പാവം. 17 ലക്ഷത്തിന്റെ കണക്കും 10 ലക്ഷത്തിന്റെ കണക്കും 7 ലക്ഷത്തിന്റെ കണക്കും പോട്ട് 5 ലക്ഷത്തിന്റെ കണക്കും റസൽ പൂക്കുട്ടിയെ ഓമ്പിപ്പിച്ച വേറെ കണക്കും. 40 ലക്ഷമല്ലേ വന്നുള്ളൂ വെളിയില്, ബാക്കി കണക്കും. റസൽ പൂക്കുട്ടി നിന്നെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് ആ കണക്കും ഒക്കെ പതിയെ പതിയെ ഓരോരുത്തരായിട്ട് കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യും. എന്നാലും പടച്ചോനെ ഇതൊക്കെ അറിയാൻ വൈകിപ്പോയല്ലോ. അന്ന് സജിന വന്നിട്ട് പറഞ്ഞത്, എന്റെ അടുത്ത് വിരോധമുള്ള ആരോ ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് വിരോധമുള്ളത്, അവര് എന്നെ മനഃപൂർവ്വം എന്നെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട് ചെയ്ത പ്രവൃത്തിയാണ്. ഞങ്ങൾ അങ്ങനെ ഗർഭിണി ആയിട്ടുമില്ല, എനിക്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന്. അപ്പൊ അതൊക്കെ കേട്ടപ്പോ നമുക്ക് ഒരുപാട് വിഷമം തോന്നി. ഒരു പെണ്ണിനെ കുറിച്ചിട്ട് മോശമായിട്ട് സംസാരിച്ചല്ലോ, ആൾക്കാർ എന്തൊരു തരമാണ് എന്നൊക്കെ കരുതി നമ്മളും ഒരു പെണ്ണല്ലേ, അപ്പൊ നമ്മളും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. എന്നാൽ ഇന്ന് സജിനയുടെ വായിൽ നിന്ന് തന്നെ നമ്മൾ കേൾക്കുവാണ്, ഞാൻ 2 തവണ റസൽ പൂക്കുട്ടിയായിട്ട് 2 തവണ ഗർഭിണി ആയിരുന്നു എന്നുള്ള. റസൽ പൂക്കുട്ടിയും സജിനയും തമ്മിലുള്ള വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലില് ഒരു വലിയൊരു അലിഗേഷൻ സജിന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. ഹലോ, ഹായ് എവ്രിവൺ. ഞാനിപ്പോ ഉള്ളത് വെഞ്ഞാറമൂടുള്ള സ്നേഹസ്പർശം എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ്. സജിനയ്ക്ക് ഈ സ്ഥലം അറിയായിരിക്കുമല്ലേ? സജിന അറിയില്ല എന്ന് പറയരുത്, സജിനയ്ക്ക് പ്രത്യേകം അറിയാം ഈ സ്ഥലം. കാരണം സജിന ഇവിടെ വന്നിട്ടുണ്ട്, സജിനയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മാനസികാരോഗ്യം വെല്ലുവിളികളായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന
കുറച്ച് അമ്മമാര് നിൽക്കുന്ന സ്ഥലമാണ്. ഇതിന്റെ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ജലീലിക്കയും സുജിയാണ്. അപ്പോഴേ ബാക്കി കാര്യങ്ങൾ അവർ പറയും. എന്റെ വീട്ടിൽ വന്ന് ദിയാസന ഫെബ്രുവരി 15-ന് ഫെബ്രുവരി 15-ാം തീയതി 12-നും 12:30-ക്കും 1 മണിക്ക് ഇടയ്ക്കാണ് നീ ഈ സാധനങ്ങൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. കാരണം എന്തോ ഇനി ഈ അമ്മമാരുടെ പ്രാർത്ഥനയാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബാക്കി കാര്യങ്ങളെല്ലാം ഇപ്പം സജന ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറയാൻ വന്നത്, സജന എന്നെ വെല്ലുവിളിച്ചത് 15-ാം തീയതി 12 മണിക്കും 1 മണിക്കും ഇടയിൽ എന്റെ ബ്ലഡ് ടെസ്റ്റോ മുടി ടെസ്റ്റോ എന്നെ ഗവൺമെന്റോ സർക്കാരോ നാട്ടുകാരോ ക്രൂശിച്ച് അടിച്ച് ഇടിച്ച് എന്നെ ഉപദ്രവിച്ച് എന്നെ അങ്ങ് കൊന്നു കളഞ്ഞ് ഏതെങ്കിലും രീതിയിൽ പരിശോധന നടത്താനാണ്. ഞാൻ പരിശോധിക്കാൻ ഇപ്പോഴും വില്ലിങ്ങാണ്. പക്ഷെ ഒരു കാര്യം പറയാണ്, അവള് വിളിച്ച ആ ദിവസവും ആ സമയവും ഒക്കെ ഞാൻ നിങ്ങളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് വന്നത്. ഇത് ചിലപ്പോ ഈ ഇവിടുത്തെ അമ്മമാരുടെ ഒരു പ്രാർത്ഥനയായിരിക്കാം ഇതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഞാൻ അത്രയും ചലഞ്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഇത് പറയാനാണ് ഞാൻ ഇവിടെ വന്നത്. അപ്പോഴേ റസൂൽ പൂക്കുട്ടിയും സജനയും തമ്മിലുള്ള വിഷയം നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച മറയ്ക്കാൻ വേണ്ടിയിട്ട് ദിയാസനയുടെ മേലിൽ ഒരു വലിയൊരു അലിഗേഷൻ, എനിക്കും കുടുംബമുണ്ട്, എന്റെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ഞാൻ സഹായിച്ചതിന്റെ പേരിലാണ് ഞാൻ ഈ പഴി മുഴുവനും കേൾക്കുന്നത്. ഞാൻ 2-3 ദിവസമായി പലരും വന്ന് എന്റെ അടുത്ത് പല രീതിയിൽ സംസാരിക്കുന്നു. എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ ഇതുപോലുള്ള വലിയ പ്രതിസന്ധികൾ കടന്നു വന്നവൾ തന്നെയാണ്. എന്നെ കൂട്ടിക്കൊടുപ്പുകാരി, കൂട്ടിക്കൊടുപ്പുകാരി, മറ്റവള്, വേശ്യ, ഈ സമൂഹത്തിന് ഒന്നിനും കൊള്ളാത്തവള്, അങ്ങനത്തവള്, ഇങ്ങനത്തവള്, ഇതൊക്കെ ഞാൻ കുറെ വർഷങ്ങളായി കേൾക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ ഒരുപാട് സംഘപരിവാർ അജണ്ടകളോട് കൂടിയ ആളുകൾ വന്ന് എന്നെ അങ്ങ് ആക്രമിച്ച്, ഒരു മുസ്ലിം സ്ത്രീ ആയതിന്റെ പേരിൽ എന്നെ അങ്ങ് ആക്രമിച്ച്, എന്റെ മതത്തെ വച്ചിട്ട് എന്നെ ആക്രമിച്ച് എന്നെ ഇല്ലാതാക്കുന്ന തരത്തില് നിങ്ങൾ എന്റെ ജെൻഡറിനെ, എന്റെ സെക്ഷുവാലിറ്റിയെ, ഞാനെന്ന് പറയുന്ന വ്യക്തിത്വത്തെ, ഞാനൊരു കാര്യം പറയാം, ഞാൻ എവിടെയും തോറ്റു പിന്മാറി പോകുന്ന ഒരാളല്ല. ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും. എന്റെ മടിയിൽ കനവില്ല. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് സമൂഹത്തിന്റെ ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. പക്ഷെ എനിക്കിതിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. സജന ചെയ്തുകൊണ്ടിരിക്കുന്നത്, സജന ചെയ്തത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ അതിന്റെ പുറകിൽ നിന്ന് ഇനി എന്നെ കൊന്നു കളഞ്ഞാൽ പോലും ഞാൻ പിന്മാറത്തുമില്ല. സജനയുടെ റസൂൽ പൂക്കുട്ടിയുടെ കഥ ഒരിക്കലും അവസാനിക്കാനും പോകുന്നില്ല. അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് ചെറുതൊന്നുമല്ല, ഇനി വലുത് വരാനിരിക്കുന്നത്. എനിക്കിത് പ്രൂവ് ചെയ്യണമായിരുന്നു ഗൈസ്. എന്റെ സംസാരത്തിലൊക്കെ ഏതെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എന്റെ മാത്രം ഒരു പ്രശ്നമാണ്. അത് നിങ്ങൾക്കൊക്കെ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. കേരളത്തിലെ നമ്പർ 1 വനിതാ ഡീലർ